ഹായ് ഫുഡീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു ഡിഫറെൻറ്റ് ബിരിയാണിയുമായിട്ടാണ് വന്നിട്ടുള്ളത്, പർദ ബിരിയാണി. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ള ബിരിയാണി വേണമെങ്കിൽ നമുക്ക് ചിക്കനിലോ മട്ടനിലോ ബീഫിലോ ഫിഷിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം ഒരു ഡോ തയ്യാറാക്കണം. ഡോ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അത് ബിരിയാണി പൂരിയുടെ കട്ടിൽ നല്ല വലുപ്പത്തിൽ പരത്തിയെടുത്തതിന് ശേഷം പർദ ബിരിയാണി. അപ്പോൾ പർദ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ പർദ ബിരിയാണിക്ക് വേണ്ട ഡോ തയ്യാറാക്കാം. അപ്പോൾ ഡോ തയ്യാറാക്കാൻ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ഈസ്റ്റാണ്, ഡ്രൈ ഈസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 3/4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഡ്രൈ ഈസ്റ്റ് എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള 1 ടേബിൾ സ്പൂണാണ്. അതിലോട്ട് ഇളം ചൂടുള്ള വെള്ളം, വാം വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കുക. ഒരു എയർ ടൈറ്റുള്ള ബോക്സിൽ മൂടി വെച്ചാലും മതി. ഒരു 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നോക്കുമ്പോഴേ നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് മൈദ. ഏകദേശം ഒരു 3 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൈദയിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈര്, ഒരു നോർമൽ പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തു. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഡോ ഒരു ബൗളിൽ മാറ്റിയിട്ട് മൂടി വെച്ചിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ. അപ്പോൾ നമ്മൾ തൈരും ഈസ്റ്റെല്ലാം ചേർത്തത് കൊണ്ട് തന്നെ ഈ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഡോ ഡബിളായിട്ട് വരും. ഡോ തയ്യാറാവാൻ എന്തായാലും 2 മണിക്കൂർ എടുക്കുക. അപ്പോൾ ആ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ ബിരിയാണി തയ്യാറാക്കാൻ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ചിക്കനാണ്. ചിക്കൻ്റെ ബിരിയാണിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുള്ള ചിക്കന് ഒരു 3/4 കിലോ. അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ചേർക്കാം. ഇനി അതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ ഉപ്പാണ്. അപ്പോൾ നിങ്ങളുടെ പാകമനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്തിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/2 മണിക്കൂർ നമ്മുടെ ചിക്കൻ ഒന്ന് മസാല പിടിക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഡോ തയ്യാറാക്കി മാറ്റി വെച്ചു, ചിക്കനും മസാല പുരട്ടി മാറ്റി വെച്ചു. ഇനി വേണ്ടത് മെയിൻ ബിരിയാണി മസാലയാണ്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 6 ഇടത്തരം വലുപ്പമുള്ള സവാളയാണ്. നന്നായിട്ട് കട്ടി കുറച്ച് വേണം കട്ട് ചെയ്യാൻ. പിന്നെ 4 തക്കാളി, ഇടത്തരം വലുപ്പമുള്ള 4 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമുക്ക് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 6 പച്ചമുളകും ചെറിയ പീസ് ഇഞ്ചിയും 12 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് റെഡിയായി. അടുത്തത് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ വെച്ചു. അതിൽ അത്യാവശ്യം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലോട്ട് കുറേശ്ശെയായിട്ട് സവാള ഇട്ട് കൊടുക്കുക. സവാള എന്ന് പറയുമ്പോൾ ഒരു 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. കനം കുറച്ച് വേണം സവാള കട്ട് ചെയ്യാൻ. നന്നായിട്ട് ബ്രൗൺ കളർ, ഇതുപോലെ നല്ല ബ്രൗൺ കളറാവുന്ന വരെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതേ ഓയിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും റെഡിയായി. ഇനി അതേ ഓയിലിൽ തന്നെ നമുക്ക് ബിരിയാണി മസാലയ്ക്കുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള ഒരു ബ്രൗൺ കളറാവുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി സവാളൻ്റെ കൂടെ തക്കാളി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ലോ ഫ്ലെയിമിൽ തക്കാളി ഉടയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. തക്കാളിയെല്ലാം നല്ല ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഈ മിക്സിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം നല്ല മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കന് ബിരിയാണി മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളയും തക്കാളിയും ചിക്കനെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിപ്പിച്ചെടുക്കാം. ഒരു
20 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബിരിയാണി മസാല എന്തായി നോക്കാം. മൂടി തുറക്കുമ്പോഴേ നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ചിക്കനെല്ലാം ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിക്കന് മസാലയിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. വേറൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല, ഡയറക്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമേ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യേണ്ടതുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മസാലയിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയിൽ നമുക്ക് കുറച്ച് തൈര് കൂടെ ചേർക്കാം. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ തൈര് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം ഈ മസാല. ഇനി നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യണം. ഞാനൊരു ഷാലോ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് കുക്ക് ആയതുകൊണ്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ്റെ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മസാല എന്തായി നോക്കാം. അപ്പോൾ മസാലയിൽ കുറച്ച് വെള്ളമെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് വറ്റി. ഇനി അതിലോട്ട് ചപ്പ് പുതിന കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല മിക്സ് ചെയ്യുക. നമുക്ക് ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചേർത്ത് കൊടുക്കാം. ചിക്കനും മസാലയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കുക. ഇനി കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി ചിക്കനും മസാലയെല്ലാം കുക്ക് ആയതുകൊണ്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ചാൽ മതി. ബിരിയാണി മസാല റെഡിയായി. ഇനി നമുക്ക് ബിരിയാണി റൈസ് റെഡിയാക്കണം. അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസാണ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കണം. അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്തിട്ട് നമുക്ക് ബിരിയാണി റൈസ് റെഡിയാക്കാം. അപ്പോൾ റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഒരു കടായിയാണ്. അപ്പോൾ കടായി നല്ല ചൂടായി വന്നപ്പോൾ അതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലോട്ട് ഒരു സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, 4 കറിയാമ്പു, 4 ഏലക്ക എന്നിവ ചേർത്ത് നന്നായിട്ടൊരു ലോ ഫ്ലെയിമിൽ ഒന്ന് ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇനി അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം എന്ന് പറയുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള തോതിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ക്യാരറ്റ് കട്ട് ചെയ്തത് ചേർത്തു. ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതാണ്. അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോൾ റൈസ് ഇട്ടു. ഇനി റൈസ് ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിപ്പിച്ചെടുക്കാം. ബിരിയാണി റൈസ് റെഡിയായി. ഇനി അടുത്തത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഡോ എന്തായി നോക്കാം. അപ്പോൾ ഡോ നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഒരു ബട്ടൂരയുടെ കട്ടിയിൽ നന്നായിട്ട് വലുതാക്കിയിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം, അപ്പോൾ ഞാൻ ബിരിയാണി പോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബിരിയാണി പോട്ടിലോട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തി ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡും ലെവലാക്കി വെച്ചതിന് ശേഷം വേണം നമുക്ക് ഇതിലോട്ട് നമ്മുടെ ബിരിയാണി ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും ലെവൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബിരിയാണി ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 ലെയറായിട്ടാണ് ബിരിയാണി ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ബിരിയാണി ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബിരിയാണി റൈസും മസാലയും ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ റൈസിൻ്റെ മുകളിലോട്ട് മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസും മസാലയും സെപ്പറേറ്റ് ആയിട്ടും പർദ്ദ ബിരിയാണി തയ്യാറാക്കാം. പക്ഷെ ഞാനിവിടെ രണ്ടും മിക്സ് ആയിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയത് മസാലയും റൈസും മിക്സ് ചെയ്തിട്ട് ബിരിയാണി തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ബിരിയാണി എല്ലാം മിക്സ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി ഓരോന്നായിട്ട് ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ഇടുന്നത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ്. അതിന് മുകളിലായിട്ട് ചപ്പ് പുതിന കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബിരിയാണി ഇട്ട് കൊടുക്കുക. ബിരിയാണി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചട്ടുകം വെച്ചിട്ട് തന്നെ എല്ലാ സൈഡും ഒരേ ലെവലിലാക്കിയതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ചപ്പ് പുതിന ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഫ്രൈ ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ബിരിയാണി ഇട്ട് കൊടുക്കുക. പിന്നെ ഫൈനൽ ടോപ്പിങ്ങിലായിട്ട് വീണ്ടും ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയും
ചപ്പ് പുതിന അണ്ടിപ്പരിപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള ചപ്പാത്തിയുടെ ആ പോർഷന് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്തതിന് ശേഷം ഓരോ സൈഡായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ എല്ലാ സൈഡും ഇതുപോലെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെൻറ്റർ പോർഷന് കുറച്ച് കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ ആ സെൻറ്റർ പോർഷൻ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് എല്ലാ സൈഡിലും ഒരേ കട്ടി വരുന്ന വിധത്തിലൊന്ന് പ്രസ് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. ജസ്റ്റ് കൈയിട്ട് പ്രസ് ചെയ്താൽ തന്നെ എല്ലാ സൈഡും ഒരേ ലെവലിൽ നമുക്ക് കിട്ടും. നല്ല ഷേപ്പും ആവും ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് ദം ചെയ്തെടുക്കാം. മൂടി വെച്ചിട്ടാണ് ദം ചെയ്തെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ദം ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതൊന്ന് മറിച്ചിടാം. അപ്പോൾ വേറൊരു ഫ്രൈ പാൻ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് മറിച്ചിടാം. ഞാനൊരു വേറൊരു ഫ്രൈ പാനിലോട്ട് അത് മറിച്ചിട്ട് കഴിഞ്ഞു. ഇനി ഇതൊരു 5 മിനിറ്റ് കൂടെ വീണ്ടും ഒന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഒന്ന് ദം ചെയ്യാം. ഫൈനലി നമ്മുടെ പർദ്ദ ബിരിയാണി റെഡിയായി. അപ്പോൾ നമ്മളെ പർദ്ദ ബിരിയാണി ശരിക്കും നല്ല റൗണ്ട് ഷേപ്പിൽ ബിരിയാണി പോട്ടിൻ്റെ അതേ ഷേപ്പിൽ ഒരേ ലെവലിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ ചപ്പാത്തി നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ദമ്മായിട്ടുള്ള ആ ബിരിയാണിയുടെ സ്മെല്ലും പുറമേക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കിയതിൽ വൺ ഓഫ് മൈ ബെസ്റ്റ് ബിരിയാണി ആയിരുന്നു ഇത്. പിന്നെ അതുപോലെ തന്നെ ഈ ബിരിയാണിനേക്കാൾ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത് ഈ ക്രിസ്പി ആയിട്ടുള്ള ചപ്പാത്തിയാണ്. ഇതിൻ്റെ പുറമേയുള്ള നമ്മൾ ഉള്ളിൽ ബിരിയാണിയെല്ലാം ഈ ചപ്പാത്തീൻ്റെ ഉള്ളിലായിട്ട് പറ്റി പിടിച്ചത് കൊണ്ട് തന്നെ ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയത് കെച്ചപ്പിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിരുന്നു. അപ്പോൾ ഈ പർദ്ദ ബിരിയാണിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ വെരി സിമ്പിളാണ്. കാരണം സാധാ നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ചപ്പാത്തി പോലെ പരത്തിയെടുത്തിട്ട് ഒന്ന് ദം ചെയ്തെടുക്കുന്നു. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിൽ ബിരിയാണി റൈസ്, ബിരിയാണി മസാല, ചിക്കൻ ഫ്രൈ ചെയ്തു, പിന്നെ ഡോ തയ്യാറാക്കി. അങ്ങനെ കുറച്ച് പ്രോസസ്സ് ഉണ്ടെങ്കിലും വളരെ എളുപ്പവും അതുപോലെ തന്നെ വളരെ ഡിഫറെൻറ്റുമാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഗസ്റ്റെല്ലാം വരുമ്പോൾ അവരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലായിട്ടാണ് ഈ പർദ്ദ ബിരിയാണി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഭവവുമായി വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.